ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഒരു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മലയാള മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നാഷണൽ മീഡിയാസ് ഒക്കെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിഫൻസ് സൈറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഈ വാർത്തയ്ക്ക് കുറച്ച് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഒരുത്തനകത്ത് കിടക്കുകയാണല്ലോ, വാൻഡക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ. അവന് ചിക്കൻ കറിയും അവന് മറ്റേ സ്പെഷ്യൽ മെനു ഒക്കെ വേണമെന്ന് പറഞ്ഞ് അവൻ പോലീസിനോട് പ്ലീഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ പുറത്തു വന്നതാണ്, ആ വാർത്തകൾ പുറത്തു വന്നതാണ്. മാത്യു വാൻഡക്ക് ഇന്ത്യയിലേക്ക് വന്ന ഒരു US ചാരനായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട്, യുക്രൈനിയൻ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവരോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുത്തനായിരുന്നു ഇയാള്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാസിനേറ്റ് ചെയ്യാനാണ് ഇയാൾ വന്നത് എന്നുള്ള പല കോൺസ്പിറസി തിയറികളും ഉണ്ടായിരുന്നു. അത് പലതും സത്യവുമായിരുന്നു. ഇപ്പോഴും അത് നമുക്ക് ആ ഡോട്ട്സ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോനം വാങ്ചുക്ക് വലിച്ചു കിടക്കുകയാണ്. അഡ്വാൻസ് ആദരാഞ്ജലികൾ സോനം വാങ്ചുക്കിന് പല ആൾക്കാരും നേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇയാളെ വെച്ചിട്ട് പല ട്രോൾ പേജുകളും ഇറക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ ഇയാളെ വെച്ചിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇയാളുടെ വെയിറ്റ് 8 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പുറത്തിരുന്നുകൊണ്ട് അഭിജിത്ത് ദീപ്കെ നിരന്തരം നിലവിളിക്കുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും ഇത് കുറച്ചൊക്കെ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇയാളുടെ ആരോഗ്യസ്ഥിതി എന്താകും എന്നുള്ള രീതിയിൽ വലിയ ആശങ്കയാണ് പല ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലീസുകാർ എങ്ങനെയെങ്കിലും ഇയാളൊന്ന് പിടിച്ചോണ്ട് പോകണം, അല്ലെങ്കിൽ ഇവന്റെ മേലൊന്ന് കൈവയ്ക്കണം, അത് പറഞ്ഞ് രാജ്യം മുഴുവൻ ഒരു ഓളം ഉണ്ടാക്കണം എന്നൊക്കെയാണ്. 24 മണിക്കൂറും പോലീസിനെ നോക്കി പോലീസിന്റെ കാൽക്കൽ വീഴുക, കാല് പിടിച്ച് വലിക്കുക, ടാർപ്പാളിയും കെട്ടണമെന്ന് പറയുക. അപ്പൊ പോലീസ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ നാളെ ഇവിടെ വീട് കെട്ടണമെന്ന് പറയുമല്ലോ, ഇത് പൊതുവഴിയാണ്, ഇവിടെ ഇത് കെട്ടാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ അഭിജിത്ത് ദീപ്കെ കാല് പിടിക്കുന്നു. അപ്പൊ പോലീസ് അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് അയാളെ തോളി കൈവയ്ക്കുമ്പോൾ ഉടനെ അഭിജിത്ത് ദീപ്കെ പിറകിലേക്ക് ഇങ്ങനെ തെന്നി മാറിയിട്ട് പറയുന്നു, സാർ മാറിയേ മത്തുമുച്ചേ മാറിയേ, അതായത് എന്നെ തല്ലല്ലേ സാർ, എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ സാർ. അപ്പൊ പോലീസ് തന്നെ അത്ഭുതപ്പെട്ടിട്ട് അവൻ കാലി വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എഴിക്കണം മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുന്നതാണ്. ആ തോളിൽ ഇങ്ങനെ ജസ്റ്റ് എഴിക്കണം എന്ന് പറഞ്ഞ് പിടിക്കുന്നത്. അപ്പൊ മാരിയമത്ത് സാർ, മാരിയമത്ത് എന്ന് പറഞ്ഞ് വലിയ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എവിടെയൊക്കെ ആൾക്കാർ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അമേരിക്കൻ സ്നൈപ്പർ ടീമുകൾ ഇറങ്ങി ഈ ജെൻസി പിള്ളേരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കർഷക സമരത്തിൽ പോലും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭീകരമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇവർക്ക് നേരെ ഒരു ബുള്ളറ്റ് പോലും പ്രയോഗിക്കുന്നെങ്കിൽ റബ്ബർ ബുള്ളറ്റുകൾ മാത്രം പ്രയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേപ്പാളിലുണ്ടായിട്ടുണ്ട്. അവസാനം ഒലി തന്നെ വന്ന് നേരിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ വെടിവെക്കാനൊന്നും പറഞ്ഞിട്ടില്ല, എവിടെ നിന്നാണ് വെടി വന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഒലി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് റെജീം ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന നാടുകളിലെല്ലാം അമേരിക്ക ഇതുപോലെ ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കും. അവിടെ അമേരിക്കയുടെ സ്നൈപ്പർ ടീമുകൾ, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്മാർ ഇറക്കും, വെടിവെക്കും, പിള്ളേരെ കൊല്ലും, സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിക്കും. വലിയ ഒരു റെജീം ചേഞ്ച് അവിടെ സ്വാഭാവികമായിട്ടും വരും. കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ പൗരൻ, ഇവന്റെ പേര് ജോർദാൻ ബ്രൗൺ എന്നാണ്. ഈ പ്രൊട്ടസ്റ്റ് എന്തായാലും പൊളിഞ്ഞു പോയല്ലോ. ഈ ജെൻസി പ്രൊട്ടസ്റ്റ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കലാപം പൊളിഞ്ഞുപോയി. കേന്ദ്രം അത് വളരെ ഭംഗിയായിട്ട് പൊളിച്ചു. 39 ഡിഗ്രി ചൂടിൽ അവിടെ ഇരുന്നോ എന്ന് പറയും, ആസനം പൊള്ളുന്നത് മെച്ചം. അപ്പൊ കാണാൻ മഴ വന്നു. അപ്പൊ മഴയത്ത് ഇവർക്ക് ടാർപോളിനെങ്കിലും വലിച്ചു കെട്ടാനുള്ള ഒരു സ്വാതന്ത്ര്യം തരണമെന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തില്ല. ഈ അമേരിക്കൻ പൗരൻ, പിന്നെ ഈ ഇവിടെ ഇറക്കിയ യവന്മാരുണ്ടല്ലോ, ഈ നേവി ഉദ്യോഗസ്ഥരൊക്കെ ഉറപ്പായിട്ട് ഇവിടെ വന്ന് കാണുമല്ലോ യവന്മാരെയൊക്കെ വെടിവെക്കാനായിട്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടായി കാണും. അവന്മാരെന്ത് ചെയ്യും? അവന്മാരെന്ത് ചെയ്യാനാണ്? അവന്മാർ ഇനി ഇവിടെ പണിയില്ലാന്ന് കരുതി തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമേ അവന്മാർക്ക് ഒരു ലക്ഷ്യമുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ, അവന്റെ പേര് ജോർദാൻ ബ്രൗൺ എന്നാണ്. ഇവൻ ഒരു US നേവി ഉദ്യോഗസ്ഥനാണ്. ഇവന് ഉത്തർപ്രദേശിലെ സോനൌലി നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ സുരക്ഷാ സേന SSB ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ നേപ്പാളിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ പാസ്പോർട്ടില്ല, സാധുവായിട്ടുള്ള ഒരു രേഖകളുമില്ല, അതിർത്തി കടക്കാനുള്ള അനുമതിയുമില്ല. ഇയാൾ ഒരു മുൻ നേവി ഉദ്യോഗസ്ഥനാണെന്ന് ഇയാൾ ഇതിനെ സമ്മതിച്ചിട്ടുണ്ട്. 70 രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. തായ്ലാന്റിൽ നിന്ന് ശ്രീലങ്ക വഴി ഇയാൾ ഇന്ത്യയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഗോവയിൽ ഇയാൾ കുറെ കാലം താമസിച്ചിരുന്നു. പിന്നീട് നേപ്പാളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇയാൾ ഒരു അമേരിക്കൻ ചാരനാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് സ്ഥിരീകരണമില്ല. ടു ബി ഫ്രാങ്ക്, നമുക്കതിന് സ്ഥിരീകരണമില്ല. പക്ഷേ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഇവിടെ നടക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും പല രാജ്യത്തും നടന്നിരിക്കുന്നത് കൊണ്ടും അമേരിക്കയിലെ ഒരു മുൻ US നേവി ഉദ്യോഗസ്ഥൻ ഇവിടെ പാസ്പോർട്ട് ഇല്ലാതെ എത്തി കുറെ നാൾ ഗോവയിൽ ഒളിച്ച് താമസിക്കുക, പിന്നെ നേപ്പാൾ വഴി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത് എന്ന് പ്രേക്ഷകർ നമ്മളോടൊന്ന് പറഞ്ഞു തരണം. ഇവന്റെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായിട്ടുണ്ട്. ഒരു വലിയ ഉദ്യോഗസ്ഥൻ, ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ഒരു വലിയ ഉദ്യോഗസ്ഥൻ, അയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ആജാനുബാഹുവായിട്ടുള്ള നല്ല മസിലൊക്കെ ഉള്ള ഒരാൾ, ഇയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സനൌലി നേപ്പാൾ ഉത്തർപ്രദേശ് ബോർഡറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത്
കൃത്യമായിട്ട് ഇയാളെ പിടിച്ച് പോലീസ് അവിടെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ പ്രൊട്ടസ്റ്റ് എന്തായാലും പൊളിഞ്ഞുപോയി. അപ്പോൾ അവരുടെ പ്രൊട്ടസ്റ്റിനെ നേരിടാൻ ഇതുപോലെ ഒരുത്തൻ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കേന്ദ്ര സേനകൾ അല്ലെങ്കിൽ നമ്മുടെ തീരസംരക്ഷണ സേനയൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇവൻ ഈ കോസ്റ്റ് കടന്ന്, അതായത് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ബോട്ടിലായിരിക്കും വരുന്നത്, തമിഴ്നാട്ടിലായിരിക്കും വന്നിറങ്ങേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവന് ഇത്രയും സധൈര്യം പാസ്പോർട്ട് ഇല്ലാതെ ഇത്രയും നാൾ നമ്മൾ അകത്ത് താമസിച്ചത്? എങ്ങനെയായിരിക്കും ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഈ വാർത്തയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചത്, 4 ദിവസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു. നേപ്പാളിൽ വീണ്ടും ജൻസി പ്രക്ഷോഭം തുടങ്ങുകയാണ്. നേപ്പാൾ തുടങ്ങുകയാണ്. ഇപ്പോഴിരിക്കുന്ന സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും സംഘടിക്കുകയാണ്. അപ്പോൾ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് വെറുതെ അല്ല. ഇവിടുത്തെ ജൻസി കലാപം പൊളിഞ്ഞടുങ്ങി, ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നേപ്പാളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപക്ഷെ ധനുഷ് പറഞ്ഞ ആ ഒരു തിയറി, കോൺസ്പിറസി തിയറി ആണെങ്കിൽ പോലും ആ തിയറി അനുസരിച്ച് ഇവിടുത്തെ പണിയില്ല, അപ്പുറത്ത് പണിയുണ്ട്, അങ്ങോട്ടേക്ക് പോകാനായിരിക്കാം പോയത്. ഇവിടെ കഴിഞ്ഞ കുറെ കാലമായിട്ട്, ഇനി അതിന്റെ ഒരു കാര്യം കൂടി ധനുഷ് എന്നോട് പറയാം. പണ്ട് ഞാൻ ചർച്ച ചെയ്തിരുന്ന നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തീരക്കടൽ പ്രദേശങ്ങളെല്ലാം തന്നെ ചില മതസംഘടനകളുടെ കയ്യിലാണ്. പ്രത്യേകിച്ച് ഇവാഞ്ചലിസ്റ്റ് പെടുന്ന ചില ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. അത് തമിഴ്നാട്ടിലായാലും കേരളം, ആന്ധ്രാപ്രദേശ് ഒക്കെ അവിടങ്ങളിലാണ് വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടത്തി ആ മേഖലയായിരുന്നു ആദ്യം കൈക്കലാക്കിയിരുന്നത്. കാരണം ഈ കടൽ തീരങ്ങൾ കൈക്കലാക്കി കഴിഞ്ഞാലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കടന്നു വരും. ആയുധങ്ങൾ, മയക്കുമരുന്നുകൾ വളരെ എളുപ്പത്തിൽ ചെറിയ ബോട്ടുകളിലോ വഞ്ചികളിലോ എത്തിക്കാൻ കഴിയും. 2, അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തടയിടാൻ കഴിയും. അതായത് ഒരു പോർട്ടോ ഇല്ലെങ്കിൽ ഒരു ഹാർബറോ ഒക്കെ വരുമ്പോഴേക്കും, ഇവിടെ ഹാർബറിനെതിരെ എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ഹാർബർ വരുന്നതിനെതിരെ പോലും സമരം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കും. അപ്പം മോദി സർക്കാർ കയറിയതിനു ശേഷം ആദ്യം തടയിടാൻ ശ്രമിച്ചു തുടങ്ങിയത് ഇവിടെയാണ്. ഈ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മതപരിവർത്തനം. ആ മതപരിവർത്തനത്തിന്റെ ലക്ഷ്യം വെറും ഒരു മതപരിവർത്തനമല്ല, ആളെ കൂട്ടുക, അവിടെ സംഘടിത ശക്തി. കാരണം നമ്മൾ എപ്പോഴും അറിയാം, അത്തരം തീരപ്രദേശങ്ങളിലൊക്കെ സംഘർഷം നടത്തുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവരാണ്. ആ പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവർ എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു അജണ്ടയുണ്ട്, ആ ലക്ഷ്യമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന തമിഴ്നാടിന്റെ ബോർഡറുകളാണ് ഏറ്റവും ശക്തമായിട്ട് അവർ നിലകൊള്ളുന്നത്. നമുക്കറിയാം, കന്യാകുമാരി തൊട്ട് തൂത്തുക്കുടി തൊട്ട് അങ്ങനെ കിടക്കുന്നിടത്തെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഗ്രൂപ്പുകളിലും ഇത്തരം NGO-കളും, ഇവരുടെ കീഴിൽ ഒരുപാട് NGO-കളുണ്ട്, സജീവമാണ്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ബോട്ടുകളിലേക്ക് ആളെ കടത്തുന്നത് പുതിയ വാർത്തയല്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരാറുണ്ട്. ഈ മത്സ്യബന്ധനത്തിന് നമ്മുടെ ഇവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ പോകാറുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളെ പലപ്പോഴും ശ്രീലങ്കൻ സർക്കാരുകൾ പിടിച്ചു വെക്കാറുണ്ട്. അവിടുന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികളെ നമ്മളും പിടിച്ചു വെക്കാറുണ്ട്. അപ്പൊ ഈ നമ്മളും ശ്രീലങ്കയും തമ്മിലുള്ള കടൽ ദൂരം എന്ന് പറഞ്ഞാൽ വലിയൊരു ദൂരമല്ല ധനുഷേ, ചെറിയൊരു ദൂരമാണ്. ആ ഒരു ദൂരത്തിന് ഇടയിൽ നിൽക്കുന്ന മത്സ്യബന്ധനവും ആ മത്സ്യബന്ധന ബോട്ടുകളിൽ ഇത്തരം ആളുകളെ കടത്തിക്കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ റിസ്ക് ആണെങ്കിൽ പോലും സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ കോസ്റ്റ് ഗാർഡും നേവിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ രാജ്യമാണ്. വലിയ വിശാലമായ ഒരു തീരപ്രദേശം നമുക്കുണ്ട്, വലിയ ബൃഹത്തായ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും നമുക്കൊരു സർവൈവൽ എത്തിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരം തന്നെയാണ്. കാരണം ഭൂമിശാസ്ത്രപരമായി അങ്ങനെയാണ് നമ്മുടെ രാജ്യം. കാരണം ഇവിടെ ജനങ്ങൾ കൂടി സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഇത് വരുന്നത്. ഇതിന് ജൻസി കലാപത്തിന്റെ മോഡല് നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് 2 വർഷത്തിനിടയ്ക്ക് പല രീതിയിൽ അത് പയറ്റി നോക്കി. ഒന്ന്, ആദ്യം ധർമ്മസ്ഥലയായിരുന്നു കർണാടകത്തിൽ. അത് കുത്തി ഇളക്കിക്കൊണ്ട് വലിയൊരു ബൂമിങ് ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ അത് പൊളിഞ്ഞടുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. രണ്ടാമത്തേത് വോട്ടുചോരി എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കൾ അവസാനം ഈ മീഡിയ കണക്കുള്ള ചാനലുകൾ തുറന്നു പറഞ്ഞില്ലേ, ജൻസികൾ തെരുവിലിറങ്ങൂ. രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, ജൻസികളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇറങ്ങിയോ? ഇറങ്ങിയില്ല. ലഡാക്കിൽ, നേപ്പാളിലെ കലാപം ഉണ്ടായിരുന്നു തൊട്ടു പിന്നിൽ ഈ ബാങ്ചുയുടെ നേതൃത്വത്തിൽ ലഡാക്കിൽ ഒരു കലാപം ഉണ്ടാക്കിയത് 2-3 മണിക്കൂർ കൊണ്ട് അടിച്ചു ഒതുക്കിക്കളഞ്ഞു. അപ്പോ അങ്ങനെ അവിടെയാണ് ഈ പാർട്ട പാർട്ടി വരുന്നത്. പാർട്ട പാർട്ടിയുടെ ഒരു എക്സ്ട്രാ ബൂമിംഗ് ആണ് കൊടുത്തിരുന്നത്. എത്രയാണ്, 20 ലക്ഷമോ 50 ലക്ഷമോ പേരെങ്ങാണ്ട് ഇവരുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലെ 2 കോടി പേര്. ഈ ഫേസ്ബുക്കിലെ ലൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനും ധനുഷും ഒക്കെ ഇപ്പൊ പാർലമെന്റിൽ ഇരിക്കേണ്ടവരാണ്. അതിന് മാത്രം ലൈക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതിലൊന്നും ഒരു കഥയൊന്നും ഉള്ളതല്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവരിറങ്ങുന്നത്. ഇവർക്ക് പിന്തുണയുമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, ആദ്യം തന്നെ അപകടം മണത്തും. കാരണം കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടു വന്നാൽ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്നത് ആർക്കായിരിക്കും? കോൺഗ്രസിനാണ്. നമ്മൾ കണ്ടതാണ്, ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നപ്പോൾ ആര് തകർന്നുപോയി? കോൺഗ്രസ് തകർന്നുപോയി.
ദില്ലിയിൽ ഉപ്പുവച്ച കാലം പോലെയായി കോൺഗ്രസ്. അടുക്കാൻ പറ്റിയില്ല. അവിടെയും മറ്റവന്മാർ പിടിച്ചു നിൽക്കും BJP-ക്കാര്. അവർക്ക് ഈ പരാജയപ്പെട്ടും ഇതിനകത്തൊക്കെ നൂണ്ട് കയറി വരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കോൺഗ്രസിന് അതില്ല. അവർ കയറി വന്നു, പിന്നെ മറ്റവര് അവിടെ പോയി തകർന്നു പോയി. ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ വന്നു, കോൺഗ്രസിന് അടപ്പ് തെറ്റിപ്പോയി. ആം ആദ്മി പാർട്ടി വരുമ്പോ ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ തുടങ്ങി? നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, BJP-ക്കാരെ തോപ്പിക്കാനാണ്. സത്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ് തോപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ രണ്ടാമതെത്തും ഇല്ല ഒന്നാമതെത്തും. അപ്പോ കോക്രോച്ച് പാർട്ടി കൂടെ, അത് ആം ആദ്മി പേരുടെ തീർന്നു, ഇനി ആരുമില്ല, കേജ്രിവാളും സിസോദിയ മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ളതൊക്കെ തീർന്നു കഴിഞ്ഞു. അപ്പൊ ഇനി വരുന്നത് കോക്രോച്ച് പാർട്ടിയാണ്. കോക്രോച്ച് പാർട്ടി ശക്തമായി കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടുക? കോൺഗ്രസിനാണ്. അവശേഷിക്കുന്നൂടെ പോയി കിട്ടും. അതുകൊണ്ട് കോൺഗ്രസ് അതിൽ നിന്ന് ബുദ്ധിപൂർവ്വമായി ഗ്യാപ്പ് ഇട്ടു. ഇടതുപക്ഷം പോകുന്നതിന് നമുക്ക് വലിയ അതിശയമൊന്നുമില്ല. കാരണം ഈ രാജ്യമായിട്ട് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് എന്താണ് പറയുന്നത്, ഒരു ഇതില്ലാത്തൊരു പാർട്ടിയാണത്. കാരണം മാധ്യമങ്ങളിൽ പോലും വാർത്ത വരത്തില്ല. ഈ മലയാളം ചാനലിൽ മാത്രമാണ് റഹീം പോകുന്നതും പിന്നെ അവര് പോകുന്നു ഇവര് പോകുന്നതും വാർത്ത. ഈ നാഷണൽ മീഡിയസിൽ ഒന്നും വാർത്തയല്ല. അവർക്കറിയില്ല. നമ്മുടെ ഈ ചെങ്കൊടി കണ്ട് അവിടെ ഒരു കൊടി കുത്തിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ആദ്യം നക്സലാണോ എന്ന് അവർ ചോദിക്കുന്നത്. അവർക്ക് ആകെ നക്സലിന്റെ ചെങ്കൊടി മാത്രമേ അറിയൂ. അറിയാത്ത ഒരു പാർട്ടിയാണ്. അവർക്ക് എന്താണ് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള റോൾ? ഒരു റോളും ഇല്ല. ഇപ്പോഴത്തെ ദേശീയ പാർട്ടിയുടെ പദവി എടുത്ത് പോകും. കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം. അവർക്ക് പിന്നെ ഒരു ഗതിയും പറയുകയില്ലാതെ അവർ ആര് വിളിച്ചാലും പോയി കണക്കുള്ള കുത്തിത്തിരിപ്പുള്ള എല്ലായിടത്തും അവർ പോകും. അതിലൊരു കഥയൊന്നുമില്ല. വേറെ ഏതെങ്കിലും ഒരു പാർട്ടി വരുന്ന കണ്ടോ? ശരത് പവാറിനെ കണ്ടോ? ഉദ്ധവ് താക്കറെ കണ്ടോ? മമതാ ബാനർജിയെ കണ്ടോ? വേറെ ആരെങ്കിലും കണ്ടോ? ആരും കാണില്ല. അവർക്ക് ഇതിനകത്ത് ബുദ്ധിയുണ്ട്, ഇതിക്കൊണ്ട് തലവക്കരാണ്. ഇവന്മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ, വേദിയില്ല. ഇപ്പൊ CPM-നെ സംബന്ധിച്ച് വേദിയില്ല. അപ്പം കിട്ടുന്ന വേദികളിൽ പോയി നിന്ന് ഷൈൻ ചെയ്യുക എന്നുള്ളതാണ്. വേറെ വേദികളില്ല. തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് അവർ മേയർക്കെതിരെ തിരിയുന്നതിന് പ്രധാന കാരണം? അവർക്ക് മന്ത്രിയില്ല, പിന്നെ MP ഇല്ല. ഇനി പോട്ടെ, ക്ഷീണം തീർക്കാൻ ഒരു കോർപ്പറേഷനെങ്കിലും വേണമെന്ന് കരുതി, അതുമില്ല. ഒരു ഗതിയും പരഗതി ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനം ചെയ്യുന്ന പണിയാണ് കല്ലെറിയുക എന്നുള്ളത്. അതാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അപ്പോൾ അവർക്ക് കിട്ടുന്ന വേദികളിലെല്ലാം അവർ പോകും. ഞങ്ങളൊരു നാഷണൽ സാധനമാണെന്നും ഞങ്ങളൊരു സംഭവമാണെന്നും അറിയിക്കാൻ വേണ്ടി കിട്ടുന്ന വേദികളിലൊക്കെ അവർ പോവുക എന്നുള്ളത്. അവരാണ് കോക്രോച്ച് പാർട്ടി പോയത്. പിന്നീട് ഇവരുടെ ലക്ഷ്യം മുഴുവൻ ഈ കോക്രോച്ച് പാർട്ടിയെ ഒരു കലാപവും സംഘർഷവും ഉണ്ടാക്കി മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് അവർ പലവട്ടം പല പ്ലാനിങ് ചെയ്തു. ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ എത്തുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊരു വാർത്ത പ്രചരിപ്പിച്ചു. ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പോലീസ് എല്ലാവിധ അകമ്പടികളും സ്വീകരണവും നൽകി അദ്ദേഹത്തെ കൊണ്ട് ആനയിച്ച് ആ ഒരു വെയിലത്ത് ഇരുത്തി ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും തലവേദന വന്നെന്ന് പറഞ്ഞ് പുള്ളി പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വാങ്ചുക്കി വരുന്നത്. വാങ്ചുക്കി വന്ന് നോക്കുമ്പോൾ സംഭവം നല്ല ഓളമുണ്ട്. വാങ്ചുക്കി ഒരു പിന്നെ റിട്ടേൺ ആണിത്. കാരണം അദ്ദേഹം ഒരു ഇടവേള ഉണ്ടായിരുന്നില്ല, പുള്ളിയെ പിടിച്ച് അകത്തിട്ടായിരുന്നു, തീഹാറിലിട്ട് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ചൊറിയും കുത്തിയിരിക്കുക. അപ്പൊ അവിടെ നിന്നുള്ള ഫണ്ടും മേടിച്ചിട്ടുണ്ട് പുള്ളി, അമേരിക്കയുടെ ഫണ്ടും മേടിച്ച് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ അവര് പറഞ്ഞ് ഇപ്പൊ തൽക്കാലം ലഡാക്കിലൊന്നും ഒരു പണിയും ഇല്ല, അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്ത് ഡൽഹിക്ക് വിട്ടോ എന്ന് പറഞ്ഞു. ഈ പിള്ളേരുടെ അടുത്ത് വന്നപ്പോ അങ്ങേർക്ക് തോന്നി പിള്ളേർക്ക് വകതിരിവും കാര്യങ്ങളൊന്നുമില്ല, ഒന്നും സംഭവമില്ല, അവിടെ താനൊരു അണ്ണാ ഹസാരായി മാറാം എന്ന് കരുതിക്കൊണ്ട് വാങ്ചുക്ക് അവിടെ വെച്ച്, വാങ്ചുക്ക് അല്ല ശരിക്കും, അവിടെയാണ് അതിന്റെ കോമഡി. ശരിക്കും പറഞ്ഞാൽ ഈ അഭിജിത്ത് ദീപ്കയാണ് ഈ നിരാഹാര സമരം പ്രഖ്യാപിച്ചത്. എന്നിട്ടോ ഈ പാവം പിടിച്ചവൻ അവിടെ കിടക്കുകയും ചെയ്തു, അവന്മാര് പിൻവലിയുകയും ചെയ്തു. അവന്മാര് ഇങ്ങോട്ട് മുമ്പിൽ വെച്ചിട്ടാണ് സ്നാക്സ് കഴിക്കുന്നതും കട്ടറ്റ് കഴിക്കുന്നതും പപ്സ് കഴിക്കുന്നതൊക്കെ. അവസാനം അങ്ങേര് ആരുടെ പറഞ്ഞു ഇവർക്ക് ഒരു ബോധമില്ല, ഈ നിരാഹാരം കഴിക്കുന്ന ഒരാളുടെ മുമ്പ് വെച്ചാണോ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ അയാൾ പറഞ്ഞ വാർത്തകൾ പിന്നീട് വരുന്നത് നമ്മൾ കണ്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി. ഈ പാവം പിടിച്ചവൻ കിടന്ന് അണ്ണാ ഹസാരയാൻ പോയവൻ പെട്ടുപോയി. അണ്ണാ ഹസാരയുടെ നിരാഹാരം 11 ദിവസമായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത്. 12ാം പൊക്കം നിരാഹാരവേള അവസാനിപ്പിച്ചു. ഇത് 15ാം പൊക്കമായി. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കുക, ആ കലാപം ഉണ്ടാക്കാനുള്ള സ്വപ്നങ്ങളൊക്കെ പൊളിഞ്ഞു. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ കലാപം ഉണ്ടാക്കുക, ധനുഷ് പറഞ്ഞ കണക്ക് ഒരു വെടിവെപ്പ് ഉണ്ടാക്കുക. ആ വെടിവെപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഈ വളരെ ഷാർപ്പ് ഷൂട്ടർമാർ ഇതിനകത്ത് ഉണ്ടാകണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഷാർപ്പ് ഷൂട്ടർമാരുടെ ഭാഗമായി ഇവിടെ എത്തിയ കുറെ പേര് ഇപ്പൊ അകത്തുപോയി. അവശേഷിക്കുന്നവർക്ക് നേപ്പാളിലെ അവിടെ വെടിവെക്കാൻ പോയ കൂട്ടത്തിൽ ഇപ്പൊ അതും പൊക്കിയിട്ടുണ്ട്. ഇത് ഒരു വലിയ വാർത്ത തന്നെയാണ്. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇതിനകത്ത് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ അതിർത്തി കടന്ന് വന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. രണ്ടാമത്തേത്, ഈ പാർട്ടിയുടെ പരിപാടി പൊളിഞ്ഞടുങ്ങി അവിടെ ഇനി ഒരു കലാപം പോയിട്ട് ഒരു കമ്പിത്തിരി പോലും കത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്ന വിദ്വാൻ നേപ്പാളിലേക്ക് പോയത്. കാരണം നേപ്പാളിൽ ഇപ്പൊ അടുത്ത ജൻസി കലാപം തുടങ്ങുക, പിള്ളേർ പ്രതിഷേധ പ്രകടനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ജൻസി കലാപത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ സർക്കാർ അവിടെ വന്നത്. ആ സർക്കാരിനെതിരെയാണ് ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. അതായത് അതിന്റെ അർത്ഥം ഒരു വട്ടം കലാപം വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും കലാപം വരും എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അലയൊലികൾ കിടക്കുക, സുനാമി കിടക്കുക, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും പാർട്ടിയുടെ കാര്യം തീർന്നു. ഇനി വാങ്ചുക്കിന് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ 2 ദിവസം കൂടെ പോലീസ് നോക്കുമായിരിക്കും. 2 ദിവസം കൂടെ കഴിയുമ്പോൾ പോലീസ് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കാരണം പോലീസിന് അതിനുള്ള നിയമമുണ്ട്.
ബോംബ് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് വാങ്ചുക്കിന്റെ നിരാഹാരം അവിടെ അവസാനിപ്പിക്കാനാണ് സാധ്യത. ഏതായാലും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ പറയുന്ന പാർട്ടി ഒരു രജിസ്റ്റേർഡ് പാർട്ടിയുമല്ല, രജിസ്റ്റേർഡ് സംഘടനയുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഘടനകളുമായിട്ടല്ലേ ചർച്ച നടത്താൻ പറ്റൂ. അല്ലാതെ ഒരു കൂട്ടം പിള്ളേർ എന്നിട്ട് എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ പേരിട്ട് പരിപാടി നടത്തി കഴിഞ്ഞാൽ ആര് ചർച്ചയ്ക്ക് വിളിക്കും? അങ്ങനൊന്നും ഉണ്ടായില്ല. 2 ദിവസം കൊണ്ട് കഴിയും പോലീസൊക്കെ ഇടുമായിരിക്കും, അത്ര വിചാരിക്കുന്നു. പക്ഷെ ഈ വിദേശിയെ പിടിച്ചത് ഗംഭീരമായ ഒരു വാർത്ത തന്നെയാണ്. അത് ഒരുപാട് ചോദ്യങ്ങൾ സർക്കാരിന് നേരെ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ നേപ്പാൾ യാത്ര വെറുതെ അല്ല. അവിടെ കലാപം, അതിന്റെ പ്രകടനങ്ങളും മറ്റുമൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വെടിവെക്കാൻ പോയതാണ്. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ അതിർത്തി വെച്ച് പിടികൂടിയിരിക്കുന്നു.